ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടു മൈ ഷോറിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ഹുവയാണെങ്കിൽ ഒരു പാർട്ടിയിൽ ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. ആ ഒരു ടൈമിൽ ഒരു പെൺകുട്ടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനുമായിട്ട് ഇങ്ങനെ ക്ലോസ് ആയി എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ആ ടൈമിന് ഇന്നത്തെ താരം ഞാനല്ലല്ലോ, ഇന്നത്തെ താരം ആരാണോ ആ ആളുടെ അടുത്ത് പോയിട്ട് എൻജോയ് ചെയ്യാനേ പറഞ്ഞിട്ട് ഫാൻഷി അവനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ടൈമിൽ ആ പെൺകുട്ടി ഞാൻ ഓൾറെഡി ഫാൻഷി അവരുടെ അടുത്തേക്ക് പോയതാണ് എന്നാൽ അവൻ ജസ്റ്റ് ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് അവൻ എൻ്റെ മൈൻഡില്ലാതെ ഇരിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹുവയാണെങ്കിൽ ഓ അങ്ങനെയാണോ എന്നിങ്ങനെ കേട്ടിട്ട് നേരെ അവൻ ഫാൻഷി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്ത് പറ്റി, നിൻ്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ, നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തായ്ലാൻഡിലുള്ള നല്ല അടിപൊളി പെമ്പിള്ളേരും പിന്നെ നീ ഇപ്പോൾ ചെക്കന്മാരെ നോക്കുന്നുണ്ട്, ചെക്കന്മാരെ ഉൾപ്പെടെ ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കാണ്. എന്നിട്ട് നീയാണെങ്കിൽ ഷുലാങ്ങിനെ അല്ലാതെ വേറൊരാളെ നോക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നീ കൊണ്ടുവന്ന പെമ്പിള്ളേരെല്ലാം നന്നായിട്ടുണ്ടെന്ന് തന്നെ തിരിച്ചിവൻ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നീ ഷുലാങ്ങിനെ നോക്കുന്ന രീതി കണ്ടിട്ട് നീ അവനെ വെച്ചിട്ട് ചുമ്മാ കളിക്കുമായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നെങ്കിൽ നീ ശരിക്കും അവനെ ലവ് ചെയ്യുവാണെന്ന് ഞാനങ്ങ് വിചാരിച്ചു പോയനെ. അത്തരത്തില്ല നീ അവനിപ്പോൾ നോക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് വേണ്ടിയിട്ട് വീണ്ടും കുറേ ചെക്കന്മാരെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചെക്കന്മാരെടുത്ത് റൂമിൻ്റെ അകത്തേക്ക് കയറി വരാനായി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പയ്യന്മാരെല്ലാവരും തന്നെ വന്നിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട്. നിനക്കതിന് ഇഷ്ടമുള്ള ആൾ സെലക്ട് ചെയ്യാനായി പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഷുലാങ്ങും നേരെ ഇവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഷുലാങ് പറയുന്നുണ്ട് നീ അല്ലേ ബർത്ത്ഡേ പോയി, നീ തന്നെ നിനക്ക് ഏത് പയ്യനാണ് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യ്, എന്നിട്ട് അവനെയാണെങ്കിൽ എങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കേണ്ടത് എന്നൊക്കെ ഞാൻ നിനക്ക് അറിഞ്ഞുകൊണ്ടെങ്കിൽ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ടൈമിന് ഓ അതൊക്കെ നീ എങ്ങനെ പഠിപ്പിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് ഷുലാങ് തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഷുലാങ് തന്നെ ആ കൂട്ടത്തിൽ ഒരു പയ്യനെ സെലക്ട് ചെയ്ത് അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഷുലാങ്ങിന് ഏത് ഡ്രിങ്ക്സാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഡ്രിങ്ക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഷുലാങ് ആണെങ്കിൽ ആ ഒരു പയ്യനെ ആ ഡ്രിങ്ക്സ് കുടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഫ്ലേർട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഫാൻഷിയാവോ ഇതൊക്കെ കണ്ടിട്ട് ഇനി വേറെ വല്ല സീക്രട്ട് ട്രിക്സ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ആ ഒരു പയ്യൻ എഴുന്നേറ്റിട്ട് കുറച്ചുകൂടെ കൂളിലൊക്കെ ഫ്ലേർട്ട് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ആ ഒരു ഫ്ലേർട്ടിങ് ഒരു കിസ് വരെയൊക്കെ എത്തുമെന്നൊക്കെ ഉണ്ട്. ഷുലാങ്ങാണെങ്കിൽ തടയുന്നു പോലും ഇല്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഫാൻഷിയാവോയ്ക്ക് നല്ല ജലസാവുന്നുണ്ട്. അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഗ്ലാസ് അവൻ ഭയങ്കര ശക്തിയോടെ തന്നെ ടേബിളിൽ വയ്ക്കുകയാണ്. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു പയ്യൻ സത്യം പറഞ്ഞാൽ പേടിച്ച് മാറുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ്ങാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നതും ഫാൻഷിയാവോ നീ എനിക്ക് പഠിപ്പിച്ചു തരാന്നല്ലേ പറയുന്നത്, നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഷുലാങ്ങും അപ്പോൾ ഓക്കെ വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നേരെ അവർ മറ്റൊരു റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഫാൻഷിയാവാണെങ്കിൽ ഷുലാങ്ങിൻ്റെ അടുത്ത് അല്ല നീ എന്നെ പഠിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞില്ലേ, ഇതാണ് പഠിപ്പിക്കുന്നത് നീ എന്നെ ചോദിക്കുമ്പോഴത്തേക്ക് എന്തോ പറ്റി നീ ജലസാണോ എന്ന് ഫാൻഷിയാവരുടെ അടുത്ത് ഷുലാങ് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഫാൻഷിയാവോ വേറെ എന്തൊക്കെ ചെയ്യുകയാണെങ്കിലും ഞാൻ ഒരിക്കലും ജലസാവാറില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് ശരിയാ നീ ഒരിക്കലും ജലസാവാറില്ല എന്ന് പറഞ്ഞിട്ട് അവനൊരു കിസ് കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ബേബി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷുലാങ് ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയും നേരം കാണിച്ചു തന്നത് എന്താണെന്ന് നിനക്ക് എപ്പോഴേലും മനസ്സിലാക്കാൻ പറ്റുമോ, ഇല്ലെങ്കിൽ വാങ്ങാൻ നിനക്ക് കറക്റ്റ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അവിടെ സോഫയിലേക്ക് ഇരുത്തുന്നുണ്ട്. ആ ഒരു പയ്യൻ വന്നിട്ട് ഷുലാങ്ങിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഫ്ലേർട്ട് ചെയ്ത് പെരുമാറിയത് അതേപോലെ ഷുലാങ് ഇപ്പോൾ ഫാൻഷി അവൻ അവിടെ ഇരുത്തിയിട്ട് അവന് വേണ്ടിയിട്ട് ഒരു ഡ്രിങ്ക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവനുമായിട്ട് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ആ ഒരു ഡ്രിങ്ക്സ് കുടിക്കുമ്പോൾ ഫാൻഷി ആവും ഇതിൻ്റെ മിക്സ് അത്ര ശരിയല്ലല്ലോ, അപ്പോൾ ഞാൻ നിനക്കൊരു പണിഷ്മെൻറ്റ് തരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവനെ കിസ് ചെയ്യാനൊക്കെയാണ് തുടങ്ങുന്നുണ്ട്. ആ ഒരു ടൈമിന് ഹുവയാണെങ്കിൽ ആ ഒരു റൂമിൻ്റെ പുറത്ത് വന്നിട്ട് നോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹുവ വിളിച്ചു പറയുന്നുണ്ട് നിന്റെ ഫിയാൻസി ഇതിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്, ഫാൻഷിയാവോ നീ വേഗം പുറത്തേക്ക് വരാനായിട്ട്. ആ സമയം ഫാൻഷിയാവോ ഷുലാങ്ങിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫിയാൻസി ഇല്ലെന്ന്. എന്നിട്ട് അവനെ വീണ്ടും കിസ് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ഹുവ വീണ്ടും ഇങ്ങനെ നോക്ക് ചെയ്ത് വിളിക്കുമ്പോഴത്തേക്കും ഷുലാങ്ങാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫിയാൻസിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ എനിക്ക് ഫിയാൻസിയും ഇല്ല, നമുക്ക് വാ ആരാ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഒരുമിച്ച് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോകാനേ നിൽക്കുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ്ങാണെങ്കിൽ ഫാൻഷിയാവിനെ തടയുവാണ്. എന്നിട്ട് ഷുലാങ്ങാണെങ്കിൽ ഫാൻഷിയാവയ്ക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു വാച്ച് ഉണ്ടായിരുന്നു, അത് അവനെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതത്ര എക്സ്പെൻസീവ് അല്ല എന്നാലും നിനക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എന്ന് കരുതിയിട്ട് അവൻ്റെ കയ്യിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ഫാൻഷിയാവോ ഞാനിത് എപ്പോഴും ഇട്ടോളാം എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട, നിൻ്റെ കയ്യിരിക്കുന്ന എക്സ്പെൻസീവ് വാച്ചും നീ ഇടയ്ക്കിടയ്ക്ക് ഇടണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ശരി വാ നമുക്ക് നിൻ്റെ ഫിയാൻസിനെ ഒരുമിച്ച് പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഷുലാങ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഹുവ വിളിച്ചുകൊണ്ട് പോകുന്ന റൂമിലേക്ക് ഇവർ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്നത് ഫാൻഷി അവിടെ ഫിയാൻസി ആയിട്ടുള്ള പെൺകുട്ടി മാത്രമല്ല ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനുണ്ടായിരുന്നു. അതായത് നമ്മൾ എപ്പിസോഡിൽ വണ്ടി കണ്ട അവൻ്റെ അങ്കിൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവൻ്റെ ആ രണ്ട് മൂത്ത ചേട്ടന്മാരും കൂടെ ഉണ്ടായിരുന്നു. ഫാൻഷി അവനെ കാണുമ്പോൾ തന്നെ അവൻ്റെ രണ്ടാമത്തെ ചേട്ടൻ വന്നിട്ട് നിനക്ക് സുഖമാണോ, നിന്നെ കാണാനായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വാങ്ങിച്ച് വന്നതാണ്, കാരണം നീയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം പിന്നെ ഒരിക്കൽ പോലും നമ്മളെ കോൺടാക്റ്റ് ഒന്നും ചെയ്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ അവൻ്റെ ഫിയാൻസി ആയിട്ടുള്ള ടിങ് ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എഴുന്നേറ്റ് വന്നിട്ട് അവൾ ഇവന് വേണ്ടി വാങ്ങിച്ചൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് അവളുടെ അച്ഛൻ പറയുന്നുണ്ട് നീയാണെങ്കിൽ അവൾ ഹോസ്പിറ്റലിലായിരുന്ന ടൈമിന് ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോകുമായിരുന്നു എന്ന് അവൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷത്തിൽ അവൾ ഒരുപാട് നേരം എടുത്തിട്ട് നിനക്ക് വേണ്ടി വാങ്ങിച്ചൊരു ഗിഫ്റ്റാണെന്ന്. എന്നാൽ അവൾ നീട്ടുന്ന ആ ഒരു ഗിഫ്റ്റ് ഫാൻഷിയാവും അവൻ അവൻ്റെ കൈ വാങ്ങുന്നില്ല.
പകരം അവൻ്റെ അസിസ്റ്റൻ്റ് പയ്യനോട് അത് വാങ്ങാനേ പറയുന്നുണ്ട്. ആ ഒരു പയ്യനാണ് അത് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് അത് ഒരുമാതിരി ആവുന്നുണ്ട്. അവൾ പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല. അവളവിടെ സീറ്റിലേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ ടൈമിന് ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ, അതായത് അവൻ്റെ അങ്കിള് പറയുന്നുണ്ട്, അവൾ തന്ന ആ ഒരു ഗിഫ്റ്റ് നീ ഓപ്പൺ ചെയ്ത് നോക്കുന്നില്ലേന്ന്. എന്നാൽ അതിന് അവനൊരു മറുപടി കൊടുക്കുന്നില്ല. അവൻ ഷുലാങ്ങിനെ വിളിച്ചിട്ട് ഇവരടുത്തേക്ക് ചെന്നിങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഷുലാങ്ങിന് കുടിക്കാൻ ഇഷ്ടപ്പെട്ട ഡ്രിങ്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് ഒത്തിരി ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാം ഞാൻ പതുക്കെ സമയം എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് ഓപ്പൺ ചെയ്തോളാമെന്ന്. ആ ഒരു ടൈമിൽ ഷുലാങ്ങിനെ ഇവനിങ്ങനെ എപ്പോഴും കയറിയെന്ന് കണ്ടിട്ട് ഇത് ആരാണെന്ന് ഇവൻ്റെ ബ്രദേഴ്സ് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഹുവ ഷുലാങ്ങിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഫാൻഷിയാവോ അവൻ്റെ ചേട്ടന്മാരെയും അങ്കിളിനെയും അവൻ്റെ ഫിയാൻസീനെയൊക്കെ തന്നെ ഷുലാങ്ങിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അവൻ്റെ രണ്ടാമത്തെ ചേട്ടൻ, ഓ ഞങ്ങളുടെ അനിയൻ്റെ ഫ്രണ്ടാണല്ലേ നീ, ഓക്കെ നമുക്ക് ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ടൈമിന് അവൻ്റെ മൂത്ത ചേട്ടനാണെങ്കിൽ, നീയാണെങ്കിൽ എന്താണ് ഈ കാണിക്കുന്നത്, നിൻ്റെ ഫിയാൻസി ഇവിടെ വന്നിരുന്നിട്ടും നീ അവളുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ, അല്ല എൻ്റെ ഫിയാൻസിയോ, ആക്ച്വലി ഞാനും ടിങ് ഫിയാൻസിയൊന്നും അല്ലല്ലോ എന്ന് ആ ഒരു പെൺകുട്ടീനെ നോക്കിയിട്ട് അവൻ പറയുന്നുണ്ട്. ആ ടൈമിന് ചേട്ടൻ, അപ്പം അച്ഛനോട് സംസാരിച്ചതെല്ലാം നീ മറന്നുപോയോ, അവളെ കല്യാണം കഴിക്കാമെന്ന് നീ വാക്ക് കൊടുത്തോണ്ടല്ലേ നിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ തന്നെ അച്ഛൻ സമ്മതിച്ചെന്ന് ചേട്ടൻ പറയുന്നുണ്ട്. ആ സമയം ഫാൻഷിയാവോ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഒരു വന്നിട്ട് ഒത്തു പോകുന്നുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കാനായിട്ടാണ് അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് അവൻ പറയാണ്. ആ ടൈമിൻ്റെ ചേട്ടനാണെങ്കിൽ, ഒരിക്കലും അല്ല, അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്, നീയാണെങ്കിൽ വെറുതെ കേട്ട കാര്യങ്ങളെ മാറ്റി തിരിച്ച് പറയാനൊന്നും നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവ് ആ ടൈമിന് ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടന് കല്യാണം കഴിക്കുന്നതിനെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അത്രയ്ക്ക് ഇതാണെങ്കിൽ ചേട്ടൻ തന്നെ കല്യാണം കഴിച്ചു, എന്തായാലും ചേച്ചി ചേട്ടനെ ഇട്ടിട്ട് മുന്നേ പോയതല്ലേ, അതുകൊണ്ട് ചേട്ടൻ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് അവൻ്റെ മൂത്ത ചേട്ടന് നല്ല ദേഷ്യം വരുന്നുണ്ട്. രണ്ടാമത്തെ ചേട്ടൻ, നീ എന്തിനാ ഇപ്പോൾ ചേച്ചിയുടെ കാര്യമൊക്കെ പറയുന്നത്, ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ ചേട്ടനാണെങ്കിൽ വിഷമിക്കുമെന്ന് നിനക്ക് ഓൾറെഡി അറിയാമെന്നുള്ളതല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അവൻ്റെ ഫിയാൻസി ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക്, ഫാൻഷിയാവയ്ക്ക് തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും അവൾ വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അവളെ സമാധാനിപ്പിക്കാനായിട്ട് പുറകെ ഹുവയും പോകുന്നുണ്ട്. അതേ ടൈമിൽ തൻ്റെ മകളെ വിഷമിപ്പിച്ചതുകൊണ്ട് തന്നെ അങ്കിളാണെങ്കിൽ, നിങ്ങളൊക്കെ എൻ്റെ മോളെ ഒരു പാവമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്, തോന്നുമ്പോട്ട് കളിപ്പിക്കാനായിട്ട് എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ ഉടനെ ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയുടെ രണ്ടാമത്തെ ചേട്ടൻ, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്, അങ്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കിട്ട് എന്തെങ്കിലും പണിയരാനൊക്കെ നോക്കിയിരിക്കുകയാണ്, ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നു ആർക്കും ഒരു ഐഡിയ ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മൂത്ത ചേട്ടനോട് രണ്ടാമത്തെ ചേട്ടൻ പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഇന്ന് അവനോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കരുത്, ഇന്ന് അവൻ്റെ ബർത്ത്ഡേ അല്ലേ, നീയാണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും സീരിയസ് ആക്കി എടുക്കരുത്, പ്രശ്നം ഉണ്ടാക്കരുത്, നമുക്കെല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇന്ന് ഡ്രിങ്ക് ചെയ്യാമെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ഫാൻഷിയാവും ഷുലാങ്ങും അവരെ കാറിൻ്റെ അടുത്ത് ഡ്രിങ്ക് ചെയ്ത് ഒരു പരുവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ആ ടൈമിൽ ഷുലാങ് പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടനാണെങ്കിൽ മുമ്പ് വല്ല വൈൻ ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു, എന്തുമാത്രം ഡ്രിങ്ക് ചെയ്യുന്നത്, എൻ്റെ ജീവൻ പോയി എന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവും ആ ടൈമിൽ, നീയാണെങ്കിൽ ആ ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്നേന്നൊക്കെ ഇനി ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ ഷുലാങ്, അത് പിന്നെ നിൻ്റെ ചേട്ടനാണെങ്കിൽ നിന്നെ ഇങ്ങനെ ഓവറായിട്ട് കുടിപ്പിക്കാൻ നോക്കുകയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, പിന്നെ അവർ സംസാരിക്കുന്ന രീതി അതെനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, പിന്നെ ആ ഒരു ടൈം കൊണ്ട് തന്നെ നീ ഡ്രിങ്ക് ചെയ്ത് നിൻ്റെ ലിമിറ്റ് എത്തിയെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിൻ്റെ ആ ഒരു ഗ്ലാസ് വാങ്ങിച്ച് ബാക്കി ഡ്രിങ്ക് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നുണ്ട്. ചേട്ടന്മാരാണെങ്കിൽ ഫാൻഷിയാവിനെ കൊണ്ട് ഭയങ്കരമായിട്ട് ഡ്രിങ്ക് ചെയ്യിപ്പിക്കാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫാൻഷിയാവണെങ്കിൽ ഡ്രിങ്ക് ചെയ്തൊരു പരുവാകുന്നുണ്ട്. മേ ബി അവനെ മനഃപൂർവ്വം ഡ്രിങ്ക് ചെയ്യിപ്പിക്കാൻ അവർ നോക്കിയതായിരിക്കും. എന്തായാലും അവനൊരു ലിമിറ്റ് എത്തിയെന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫാൻഷിയാവയ്ക്ക് കൊടുക്കുന്ന ഗ്ലാസ് ഷുലാങ് അങ്ങ് വാങ്ങുവാണ്. നാളെ ഫാൻഷിയാവയ്ക്ക് ഒരു മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്, അപ്പോൾ അവൻ ഓക്കെ ആയിരിക്കണമെന്ന്, ഞാനല്ലേ നോക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവന് ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഷുലാങ്ങും അവന് പറ്റുന്ന അത്രയും കുടിക്കുന്നുണ്ട്. അപ്പോൾ പ്രസൻറ്റിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്കും ഫാൻഷിയാവാണെങ്കിൽ, ഓ നീയാണെങ്കിൽ അവർ പെരുമാറുന്നതെല്ലാം മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു കിസ്സ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ഷുലാങ്ങാണെങ്കിൽ, നിൻ്റെ മൂത്ത ചേട്ടനാണെങ്കിൽ ഭയങ്കര ഭീകരമാണ്, പക്ഷേ നിൻ്റെ രണ്ടാമത്തെ ചേട്ടൻ്റെ ആ ഒരു അർത്ഥം വെച്ചതുപോലെയുള്ള ഒരു സംസാരം അതാണ് ഏറ്റവും ഭീകരമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഫാൻഷിയാവും, നീ പറഞ്ഞ ശരിയാണ്, എൻ്റെ മൂത്ത ചേട്ടൻ ആക്ച്വലി പക്ഷേ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എന്തുണ്ടെങ്കിലും തുറന്ന് പറയും, എനിക്കതാണ് ആക്ച്വലി ഇഷ്ടം, പക്ഷേ രണ്ടാമത്തെ ചേട്ടനാണെങ്കിൽ അടിയിൽ കൂടെ എങ്ങനെ പാരാരാം എന്നിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ്, കുടുംബം മൊത്തം എൻ്റെ അടുത്ത് പാര വയ്ക്കലാണ് പണിയെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അവൻ വീണ്ടും പറയുന്നുണ്ട്, ആക്ച്വലി പക്ഷേ എൻ്റെ മൂത്ത ചേട്ടൻ്റെ സ്വഭാവമാണ് നല്ലത്, കാരണം എന്തുണ്ടെങ്കിലും അതിപ്പോൾ ദേഷ്യമായാലും എന്താണെങ്കിലും ആൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് എവിടെയാണെന്നൊക്കെ നോക്കാതെ പറയും, പക്ഷേ അതേസമയത്ത് ഞാനും എൻ്റെ രണ്ടാമത്തെ ചേട്ടനുമാണെങ്കിൽ ഫുള്ള് ഫേക്കാണ്, എല്ലാ റിയൽ ആയിട്ടുള്ള തോട്ട്സും മനസ്സിൽ മാത്രമേ വശക്കത്തുള്ളൂ, ഒന്നും പുറത്ത് കാണിക്കത്തില്ല, ഫേക്കായിട്ട് മാത്രമേ പെരുമാറാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഷുലാങ്, അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഫേക്കാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഒരിക്കലല്ല, നീയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിയൽ മാത്രമാണെന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്യാനായി പോകുന്നുണ്ട്. എന്നാൽ ആ ടൈമിനാണ് അവിടെ ഒരു ബഹളം കേട്ടിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കുന്നത്.
നോക്കുമ്പോൾ കാണുന്നത് ഷിയുവും മറ്റൊരു പയ്യനും കൂടിയായിട്ട് അവിടെ നിൽക്കുന്നതാണ്. ഈ ഷിയുവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഫാർമ കമ്പനിയുടെ ഓണറാവാൻ പോകുന്ന ആ ഒരു പയ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷിയുവിനെ കാണുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ അല്ല എന്താ സംഭവം എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു പയ്യനാണെങ്കിൽ ഷിയുവിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഷിയു താൻ വരത്തില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ അവനിങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. ആ ടൈമിന് കാര്യം മനസ്സിലാവാതെ ഷുലാങ് നോക്കുന്ന കാണുമ്പോഴത്തേക്കും ഫാങ് ഷിയാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് പിന്നെ അന്നാണെങ്കിൽ നീ അവനെടുത്തിട്ട് അടിച്ചല്ലോ, എന്നിട്ട് നമ്മൾ അവനെ റോഡിൽ ഇട്ടിട്ട് പോയല്ലോ, അവൻ അങ്ങനെ വയ്യാണ്ട് അവിടെ കിടക്കുന്ന ടൈമിന് അവൻ ഈ ഒരു പയ്യനാണ് എടുത്തുകൊണ്ട് പോയത്. പക്ഷേ സത്യം പറഞ്ഞാൽ അവനിപ്പോൾ ആ ഒരു പയ്യൻ്റെ അടുത്ത് പെട്ട് നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ഇവർ രണ്ടിനും മുന്നേ കൂടെ ഷിയുവിനെ ആ ഒരു പയ്യൻ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ കാണുന്നു ഫാൻ ഷിയാവോ എന്നെ രക്ഷിക്കുക, ഷുലാങ് എന്നെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഷിയു അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഷിയു വീണ്ടും വിളിച്ചിട്ട് ഇവനെൻ്റെ കിഡ്നി കൊണ്ട് നട്ട് വയ്ക്കാൻ പോവാ, നിങ്ങളെന്നെ രക്ഷിക്കാനായിട്ട് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് ചോദിക്കുന്നുണ്ട് രക്ഷിക്കണമെന്ന്. എന്നാൽ ഫാൻ ഷിയാവോ എനിക്ക് വയ്യ, ഞാൻ ഭയങ്കര ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനോട് കാറിൻ്റെ മുകളിലോട്ട് കയറി കിടക്കുന്നുണ്ട്. ആ ടൈമിന് എനിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് ഷുലാങ്ങും അവൻ ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഷുലാങ് ആണെങ്കിൽ വീട്ടിൽ നിന്നിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ആ ഒരു ടൈമിന് അവനാണെങ്കിൽ കുറേ വർക്കിൻ്റെ കാര്യം മെസ്സേജൊക്കെ വരുന്നുണ്ട്. ഷിയുവിൻ്റെ ഫാർമ കമ്പനി അവിടെ നിന്നാണ് ഇവർക്ക് ഈ മെഡിസിൻസും കാര്യങ്ങളെല്ലാം തന്നെ കിട്ടുന്നത്. അപ്പോൾ അവരാണെങ്കിൽ ഇപ്പോൾ എക്സ്പയറി ആവുന്ന മെഡിസിൻസൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നതെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് മെസ്സേജ് കോൾ ചെയ്തൊക്കെ ചോദിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ ആയിട്ട് തന്നെ ഷുലാങ് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും ഷുലാങ്ങിനാണെങ്കിൽ ഫാൻ ഷിയാവോ കോൾ ചെയ്യാണ്. ഫാൻ ഷിയാവോ ഇപ്പോൾ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡായിട്ട് ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവനിങ്ങനെ കോൾ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ അനങ്ങാൻ പോലും വയ്യ, ഇന്നത്തെ മീറ്റിംഗ് അവർ നേരത്തെ നിർത്തിയത് എൻ്റെ അവസ്ഥ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, വർക്ക് ചെയ്ത് ഞാൻ എൻ്റെ പരുവമായി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷിലാങ് ആണെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ കഴിഞ്ഞു, ഇനിയിപ്പോൾ വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് നീയാണെങ്കിൽ ഇന്ന് എന്നെ മീറ്റ് ചെയ്യാനായിട്ട് എൻ്റെ വീട്ടിലോട്ട് വരണ്ടെന്ന് പറയുന്നുണ്ട്. ഫാൻ ഷിയാവോ ആ ടൈമിന് ആണെന്നും പറയാൻ പറ്റില്ല, സത്യം പറഞ്ഞാൽ നിൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് ഞാൻ കുറച്ചെങ്കിലും നോക്കിയിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ മീറ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷുലാങ് ആ സമയം നീ എൻ്റെ വീട്ടിലോട്ട് വരണ്ട, കാരണം നീ എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് എൻ്റെ വീട്ടിലോട്ട് വരേണ്ട അവസ്ഥയാണ്, നീ ഭയങ്കര ടയേർഡ് ആവുകയും ചെയ്യും, അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഇവിടെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, നീ നേരെ നിൻ്റെ വീട്ടിലോട്ട് തന്നെ വന്നാൽ മതി, ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഫാൻ ഷിയാവോയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. ഞാൻ ഇപ്പം തന്നെ വരും എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അപ്പോൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൻ കുക്ക് ചെയ്ത ഫുഡെല്ലാം ഷുലാങ് എടുത്ത് വയ്ക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ഒരുപാട് വർക്കിൻ്റെ ഇമെയിൽസൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അവന് മെസ്സേജ് വരുന്നുണ്ട്. സംഭവം എന്ന് പറയുന്നത് ആ ഒരു ഷിയുവിൻ്റെ ഫാർമ കമ്പനി ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഫാൻ ഷിയാവോ അറിഞ്ഞു കഴിഞ്ഞാൽ അവനത് ഇടപെടുമെന്ന് എന്തായാലും ഷുലാങ്ങിന് നന്നായിട്ട് അറിയാം. ഫാൻ ഷിയാവോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് തിരക്കിലാണ്, അത് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ അവനെ ഇടപെടുത്താൻ ഇവന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഫാൻ ഷിയാവോ വരുന്നതിന് മുന്നേ എങ്ങനെയും ഷിയു ഒക്കെ ആയിട്ട് സംസാരിച്ച് ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് അവൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അവൻ ഫാൻ ഷിയാവോനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഫാൻ ഷിയാവോനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കാറിൽ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ ഷുലാങ് കോൾ ചെയ്യുന്നത് അവൻ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ഷുലാങ് ആണെങ്കിൽ അവൻ മിക്കവാറും ഡ്രൈവ് ചെയ്യുമായിരിക്കും, കുഴപ്പമില്ല, ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേക്കാന്ന് കരുതിയിട്ട് ഒരു മെസ്സേജൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവനാണെങ്കിൽ ഫാൻ ഷിയാവോയുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഫാൻ ഷിയാവോ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു മെസ്സേജ് കാണുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ അവൻ ആ മെസ്സേജ് നോക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജിൽ ഷുലാങ് പറയുന്നത് തനിക്ക് കുറച്ച് വർക്കിൻ്റെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്, താനാണെങ്കിൽ അതുകൊണ്ട് ഫാൻ ഷിയാവോയുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നു എന്നാണ്. എന്നാൽ ആക്ച്വലി അവിടെ ഒരു പണിയുണ്ട്. ഫാൻ ഷിയാവോയുടെ കയ്യിൽ ഓൾറെഡി ഇവൻ്റെ ആ ഒരു കാറിൽ വെച്ച് സ്വയം ഇങ്ങനെ ടച്ച് ചെയ്യുന്നൊരു വീഡിയോ ഉള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ആ ഒരു വീഡിയോ ഫാൻ ഷിയാവോയുടെ കയ്യിലുണ്ടെന്ന് ഷുലാങ് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു മെസ്സേജ് കാണുന്നതും ഒന്നും നോക്കുന്നില്ല, ഫാൻ ഷിയാവോ നേരെ ഓടി വീടിൻ്റെ അകത്തേക്ക് വരാണ്. അവനിങ്ങനെ ഓടി എന്നുള്ള കാണിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഓക്കെ കാം ഡൗൺ ആയിട്ടാണ് പതുക്കെ ഷുലാങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നത്. ഇതേസമയം ഷുലാങ് ഓൾറെഡി ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഫാൻ ഷിയാവോ അപ്പോൾ എന്ത് പറ്റി ഇങ്ങനെ നിൽക്കുന്നത്, നീ എന്താ കർട്ടൻ ഓപ്പൺ ചെയ്യാത്ത എന്നൊക്കെ ചോദിച്ചിട്ട് കാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഇവനോട് ദേഷ്യപ്പെട്ടിട്ട് മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ നീ മറച്ചു വെച്ചേക്കുന്നത് തുറന്നു പറഞ്ഞു, എൻ്റെ അടുത്ത് കള്ളം പറയുന്നത് വിചാരിക്കാൻ വേണ്ട, കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അറിയാമല്ലോ, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കുന്ന ആളാണെന്ന് നിനക്ക് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. ഷുലാങ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഷുലാങ്ങിന് കാര്യം മനസ്സിലായെന്നും ആ ഒരു വീഡിയോ അവൻ കണ്ടു എന്നുള്ള കാര്യവും ഫാൻ ഷിയാവോ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല, പതുക്കെ എങ്ങനെയും പ്രശ്നം സോൾവ് ചെയ്യാം, അത്ര സീനാവാൻ ചാൻസ് ഇല്ലാന്ന് കരുതിയിട്ട് എൻ്റെ നിൻ്റെ ആ ഒരു വീഡിയോ ഉണ്ട്, നീ അത് കണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് ഞാൻ കണ്ടായിരുന്നു, അല്ല എൻ്റെ വീഡിയോ നിൻ്റെ അടുത്ത് എങ്ങനെയാണ് വന്നത്, നീയാണെങ്കിൽ എപ്പോൾ തൊട്ടാണ് ആ ഒരു വീഡിയോ സ്റ്റോർ ചെയ്ത് വച്ചേക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ട് വളരെ കുറച്ചായിട്ടേ ഉള്ളൂ, സത്യം പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പോൾ
ആ ഒരു വീഡിയോ ഒരല്പം കണ്ടപ്പോൾ തന്നെ എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോലും പറ്റിയില്ല. എനിക്കാണെങ്കിൽ വീണ്ടും കാണണമെന്ന് തോന്നിപ്പോയി. ഞാനാണെങ്കിൽ ഡിലേറ്റ് വരെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. എന്നിട്ടും എനിക്ക് സ്വയം ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ വീണ്ടും ആ ഫയൽ റിക്കവർ ചെയ്ത് എടുക്കവർ ചെയ്തു. എനിക്കാണെങ്കിൽ അപ്പം തൊട്ടേ നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യമാണ്. പക്ഷേ ആ ഒരു ടൈമിന് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിന്നെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. നേരെ ഒരു ഐ കോണ്ടാക്ട് പോലും എനിക്ക് വയ്ക്കാൻ പറ്റാത്ത ടൈം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് നിനക്ക് ആ ഒരു വീഡിയോ കിട്ടിയത് നമ്മൾ സെറ്റാവുന്ന ആ ഒരു ടൈമിനാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഷുലാങ് ഓൾറെഡി ആ ഒരു വീഡിയോയുടെ പ്ലേ ബാക്ക് ലോഗ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു വീഡിയോ വന്നപ്പോൾ തന്നെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ടേ ആ ഒരു വീഡിയോ ഒരുപാട് തവണ പ്ലേ ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നീ ഡെയിലി എന്നും രാത്രി ആ ഒരു വീഡിയോ പ്ലേ ചെയ്തതെന്ന്. അപ്പോൾ എനിക്ക് നിന്നെ കാണാൻ പറ്റാതിരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ നീ ഇപ്പം എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ, നിൻ്റെ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ കണ്ടെന്ന് വെച്ച് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ കുറച്ച് നേരത്തെ കണ്ടുപോയി, പക്ഷെ നമ്മളിപ്പോൾ ബോയ് ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫാൻ ഷോ പറഞ്ഞതിൽ കുറേയൊക്കെ കള്ളത്തരമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ഷുലാങ് അവനോട് പറയുന്നുണ്ട് വെറുതെ തന്നെ പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒരിക്കൽ പോലും നീയാണെങ്കിൽ എൻ്റെ അടുത്ത് ഐ കോണ്ടാക്ട് വയ്ക്കാതിരിക്കുകയോ എന്നെ കാണാൻ ബുദ്ധിമുട്ടിയിരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നീ ഭയങ്കര നല്ലവനാണ് എന്ന് നീ കാണിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷുലാങ് ഫാൻ ഷോയോട് ചോദിക്കുന്നുണ്ട് അല്ല നീയാണെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടോ എന്ന്. ഫാൻ ഷോ അപ്പോൾ ഒരിക്കലും ഇല്ല, ഇക്കാര്യത്തിൽ ഞാൻ നിന്നോട് കാണാൻ പറയത്തില്ലെന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിലോ എന്നിങ്ങനെ ഡൗട്ടോടെ ഷുലാങ് ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് അവനിന് കൂടുതലൊന്നും ചോദിക്കാതിരിക്കാനായിട്ട് ഫാൻ ഷോ ആവും അവനെ പോയി കിസ് ചെയ്യുന്നുണ്ട്. ഷുലാങ് അപ്പോൾ അതിനെങ്കിൽ നിന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു ടൈമിന് നീ ക്ഷമിക്കാനായിട്ട് ഞാൻ എന്തായാലും ചെയ്യേണ്ടതെന്ന് ഫാൻ ഷോ ആവും അവനോട് ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നീ എൻ്റെ ഒരു വീഡിയോ കണ്ട് ഇത്രയും എൻജോയ് ചെയ്തല്ലേ, അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് നീ ഒരു വീഡിയോ തരാനായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ഫാൻ ഷോനെ പിടിച്ചേർത്തിയിട്ട് ഷുലാങ് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫാൻ ഷോ അവരെടുത്ത് അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സെല്ലാം തന്നെ റിമൂവ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവൻ ഡ്രസ്സ് ഇങ്ങനെ റിമൂവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഷുലാങ്ങിന് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് വയ്യ. അതുകൊണ്ട് തന്നെ മതി മതി എന്ന് പറഞ്ഞിട്ട് അവൻ ആ റെക്കോർഡ് ചെയ്ത് നിർത്തുന്നുണ്ട്. ഫാൻ ഷിയാവോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, നീ എൻ്റെ കയ്യിലേക്ക് തന്നെയാണല്ലോ നോക്കുന്നത്, നിനക്ക് എൻ്റെ കൈ അത്രയ്ക്ക് ഇഷ്ടമാണോ, ഈ കൈ ഉപയോഗിച്ച് ഞാൻ നിന്നെ ടച്ച് ചെയ്യണോ അതോ ഞാൻ എന്നെ തന്നെ ടച്ച് ചെയ്യുന്നത് നിനക്ക് കാണണോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഷുലാങ് നീ മര്യാദയ്ക്ക് നിന്നോയ്യ, എൻ്റെ ലൈഫിൽ നീ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, എൻ്റെ സ്വപ്നത്തിലും നീ മാത്രമേ വരത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഷുലാങ് അവനെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ഷുലാങ് ആണെങ്കിൽ ഷിയുവിനെ കാണാനായിട്ട് വന്നേക്കുന്നതാണ്. ആ ഒരു ഫാർമ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞ് സോൾവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഷിയു വരുമ്പോൾ തന്നെ സോറി ആക്ച്വലി അന്നാണെങ്കിൽ എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല, എനിക്കാണെങ്കിൽ ആ ഒരു ഫാർമസിയുടെ ഒരു സംഭവങ്ങളും പിന്നെ മെഡിസിൻസിൻ്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഷിയു അപ്പോൾ നീ പേടിക്കുകയൊന്നും വേണ്ട, എല്ലാം ഓക്കെയാണ്, നീ എപ്പോൾ വേണമെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഇതെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റോക്കിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്, ഡയറക്റ്റായിട്ട് എന്നോടൊന്ന് സംസാരിച്ചാൽ മതി. പിന്നെ എനിക്കാണെങ്കിൽ സംശയമുണ്ട് നീയും ഫാൻ ഷോയും തമ്മിൽ വല്ല ഇൻറ്റിമേറ്റ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ, കാരണം അവനിപ്പോൾ 24/7 നിൻ്റെ പുറകെയാണ് നടക്കുന്നത്, നിന്നെ ഇങ്ങനെ വർഷിപ്പ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്, അവൻ്റെ സ്വഭാവത്തിലും എന്തൊക്കെയോ മാറ്റം വന്നു എന്ന് പറയുന്നുണ്ട്. ഷുലാങ് അതിന് കറക്റ്റ് ഒരു മറുപടിയൊന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല. അതേ ടൈമിന് തന്നെ വീണ്ടും ഷിയു ചോദിക്കുന്നുണ്ട് അന്നാണെങ്കിൽ ആ ഒരുത്തൻ എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് നീയും ഫാൻ ഷോയും കണ്ടുകൊണ്ടിപ്പുണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല, പക്ഷേ ആ ഒരു ജോലിക്കാരി പെങ്കൊച്ചിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നീയാണെങ്കിൽ എന്ത് വേണം ചെയ്യാൻ തയ്യാറായിരുന്നു, എന്നെ കൂടെ ഹെൽപ്പ് ചെയ്യാത്ത എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുലാങ്ങിനെ പെട്ടെന്ന് ആരെ ഹെൽപ്പ് ചെയ്തതിനെ കുറിച്ചാണ് ഷിയു പറയുന്നതെന്ന് മനസ്സിലാകത്തോണ്ട് തന്നെ അല്ല ഏത് ജോലിക്കാരി പെണ്ണിനെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നിങ്ങനെ അവൻ ഡൗട്ട് കാരണം ചോദിച്ചു പോകുന്നുണ്ട്. ആ ടൈമിന് പെട്ടെന്ന് ഷിയു ആണെങ്കിൽ വായിന്ന് പറയാൻ പാടില്ലാത്തൊരു കാര്യം അറിയാണ്ട് പറഞ്ഞല്ലോ എന്നുള്ള ചിന്തയിൽ ഒന്നുമില്ല വിട്ട് കളഞ്ഞേക്ക്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ഷുലാങ്ങിന് നല്ല സംശയം വന്നിട്ടുണ്ടായിരുന്നു. അവൻ പിന്നീട് ആലോചിക്കുമ്പോൾ ഷിയു എന്താണ് ഉദ്ദേശിച്ചതെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു കാര്യം ഉറപ്പിക്കാനായിട്ട് ഒരു ബാറിലേക്ക് പോകുന്നുണ്ട്. ഏത് ബാറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഷിയു ആണെങ്കിൽ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പെങ്കൊച്ച് അവൾക്ക് ഡ്രഗ്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഡ്രിങ്ക്സ് കൊടുക്കാനായിട്ട് നോക്കിയല്ലോ, പക്ഷെ അവളെ രക്ഷിക്കാനായിട്ട് ആ ഒരു ഡ്രിങ്ക്സ് ഇവൻ കുടിച്ചായിരുന്നു ഇവന് പണി കിട്ടിയ ആ ഒരു ദിവസം. അതേ സെയിം ക്ലബ്ബിലോട്ടാണ് അവൻ പോയിരിക്കുന്നത്. ഇപ്പോൾ ഷിയു വർഷം മുന്നേ ആ ഒരു ജോലിക്കാരി പെൺകുട്ടി എന്ന് പറഞ്ഞത് അതൊരു പക്ഷേ അന്ന് ഷിയുവിൻ്റെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് ഷിയു ഡ്രഗ്സ് കൊടുക്കാൻ നോക്കിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ ഒരു പെൺകുട്ടീനെ ആയിരിക്കും ഉദ്ദേശിച്ചത് എന്ന് ഷുലാങ്ങിന് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതേസമയം അവന് മറ്റൊരു ഡൗട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലബ്ബിലോട്ട് വന്നിട്ട് അവനാണെങ്കിൽ തനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു പെൺകൊച്ചിനെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പെൺകുട്ടികളെ എല്ലാവരെയും വിളിക്കുന്നുണ്ട് ഇഷ്ടമുള്ളൊരു പെൺകുട്ടീനെ സെലക്ട് ചെയ്യാനായിട്ട്. ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു പെൺകുട്ടീനെ തന്നെ മതി എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഷുലാങ്ങിന് അപ്പോൾ കാര്യങ്ങൾ അവൻ വിചാരിക്കുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതായത് ശരിക്കും ആ ഒരു പെൺകുട്ടി
ഷിയുവിൻ്റെ കമ്പനിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റാഫോ ഒന്നും തന്നെയല്ല. അതെല്ലാം തന്നെ ഷിയുവിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് മാത്രമായിരുന്നു. ആ ഒരു പെൺകുട്ടിക്ക് ഡ്രഗ്സ് കൊടുക്കുന്നതാണെന്നൊക്കെ തന്നെ ഇവനെ കാണിച്ചതാണ്. ഇവനാണെങ്കിൽ ആ ഒരു ഡ്രഗ്സ് ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് കുടിക്കാനും ഈ ഒരു ഡ്രഗ്സ് ഇവനെ കൊണ്ട് കുടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടീനെ ഇവിടെ വെച്ച് കാണുമ്പോഴത്തേക്കും തൻ്റെ സംശയങ്ങളെല്ലാം ശരിയാണ്. ശരിക്കും ആ ഒരു പെൺകുട്ടീനെ യൂസ് ചെയ്തിട്ട് തന്നെ കൊണ്ട് ഡ്രഗ്സ് കുടിപ്പിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചതെന്നുള്ള കാര്യം അവന് ഉറപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിക്കും ഇവനെല്ലാം മനസ്സിലായി എന്നുള്ള കാര്യം മനസ്സിലാക്കാനേ പറ്റുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ശരിക്കും ആരാണ് പ്ലാൻ ചെയ്തത്, ഷിയു മാത്രമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിനെ പെൺകുട്ടി എൻ്റെ ഒരു വർക്കിൻ്റെ ഇത് വെച്ചിട്ട് ആരൊക്കെയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്തതെന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഞാൻ ഇതിനായിട്ട് കണ്ടിട്ടുള്ളതിൽ നീ മാത്രമാണ് ശരിക്കും നല്ലൊരു പയ്യൻ. എന്നെ ഹെൽപ്പ് ചെയ്യാനും തോന്നിയിട്ടുള്ളത് നിനക്ക് മാത്രമാണ്. നീ എനിക്കൊരു ലോലിപോപ്പ് വാങ്ങിച്ചു തന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഷുലാങ്ങാണെങ്കിൽ ആ ഒരു സംസാരം എല്ലാം കഴിഞ്ഞിട്ട് തന്നെ അവൻ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന ടൈമിന് ഫാൻഷിയാവ് കോൾ ചെയ്തിട്ട് നീ എന്താണ് വരാത്തത്, എന്ത് പറ്റി ഇത്രയും ലേറ്റ് ആവുന്ന കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് ഒന്നുമില്ല, ഞാൻ ഷിയുമായിട്ട് മീറ്റ് ചെയ്തിട്ട് ആ ഒരു ഫാർമയുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ഷിയു ആണെങ്കിൽ എന്നെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവനൊരു പാർട്ടി കൊടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. പിന്നെ നിൻ്റെ ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ നീ ആണെങ്കിൽ ഷിയുവിൻ്റെ മറ്റ് ഫ്രണ്ട്സിനെയും കൂടെ വിളിക്ക്, ഒരു ഗ്രാൻഡായിട്ട് തന്നെ നമുക്ക് എല്ലാവരും ക്ലബ്ബിൽ പോകാമെന്ന് പറയുന്നുണ്ട്. ഫാൻഷിയാവ് അപ്പോൾ ഓക്കെ ഞാൻ ബാക്കിയുള്ള എല്ലാവരും കോൺടാക്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഇവരെല്ലാവരും ആ ഒരു ക്ലബ്ബിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഫാൻഷിയാവ് കോൺടാക്ട് ചെയ്തത് ഈ ഷിയുവിനെയും പിന്നെ അവൻ്റെ ഫ്രണ്ട് ഹുവേനെയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഉള്ളത് ഷിയു, ഹുവ, ഷില്ലാങ്, പിന്നെ ഫാൻഷിയാവോ, പിന്നെ ഷിയു ആണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് വിളിച്ച് വരുത്തിയിരിക്കുന്ന ഒരു പെങ്കൊച്ചും. അപ്പോൾ ഇവർ ഇത്രയും പേര് അവിടെ ഇരിക്കുന്നുണ്ട്. ഷില്ലാങ് അപ്പോൾ ഇവർ ഈ കാർഡ് ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ കളി എക്സ്ട്രീം ആക്കാമെന്ന് പറയുന്നുണ്ട്. അവൻ കുറച്ചുകൂടെ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൊണ്ടുവയ്ക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് നമുക്ക് നേരത്തെ കളിച്ചതുപോലെ തന്നെ കളി കണ്ടിന്യൂ ചെയ്യാം. ആരാണോ കളിയിൽ തോക്കുന്നത് അയാൾ ഈ ഇരിക്കുന്ന ഡ്രിങ്ക്സിൽ റാൻഡമായിട്ട് ഒരെണ്ണെടുത്ത് ഡ്രിങ്ക് ചെയ്യണം. അതിലാണെങ്കിൽ ഒരു ഡ്രിങ്ക്സിലാണെങ്കിൽ ഞാൻ ഒരു സംഭവം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഇവനാണെങ്കിൽ ഇവർക്കിട്ട് പണിയുവാണെന്നുള്ളൊരു കാര്യം ഒരുവിധം ബാക്കി 3 പേർക്കും കത്തുന്നുണ്ട്. അവൻ എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് ഫാൻഷിയാവോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫാൻഷിയാവോ ഒന്നും അറിയാത്ത പോലെ ഷിയുവിൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് പണി കൊടുക്കണ്ട, ഇപ്പം വേണ്ടെന്നൊക്കെ പതുക്കെ പറയുന്നുണ്ട് ഷുലാങ്ങിൻ്റെ അടുത്ത്. ഷുലാങ് പക്ഷേ പെട്ടെന്ന് അതിനിവിടെ വൃത്തിയിട്ടവനായിട്ട് അവൻ മാത്രമല്ലല്ലോ ഉള്ളതെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ബാക്കിയുള്ളവർക്ക് ടെൻഷൻ ആവാതിരിക്കാനായിട്ട് ഫാൻഷിയാവോ ആ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു ഡ്രിങ്ക്സ് എടുത്ത് റാൻഡമായിട്ട് കുടിക്കുന്നുണ്ട്. ചുമ്മാ ഷുലാങ് ഓരോന്ന് പറയുന്നതാണ്, ഈ ഡ്രിങ്ക്സിനകത്തൊന്നും വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുലാങ് വീണ്ടും ആ ഒരു പെൺകുട്ടിയുമായിട്ട് സംസാരിച്ച ഫ്ലാഷ് ബാക്ക് വീണ്ടും ആലോചിക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ലോലിപോപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് ശരി അത് ആരാണ് ചെയ്തത് എനിക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷേ ആ ഒരു റൂമിലുണ്ടായിരുന്ന എല്ലാവർക്കും അതിൽ പങ്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ബുദ്ധയുടെ പെൻഡൻ്റൊക്കെ ഇട്ടിട്ട് ഒരു പയ്യൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ, കണ്ടാൽ അവനൊന്നും അറിയത്തില്ലെന്ന് തോന്നുമെങ്കിലും അവന് അത് അറിയാമായിരുന്നു. അവൻ അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പെൺപിള്ളേർ പറയുന്ന ഇൻഡ്യൂഷൻ അങ്ങനെ തെറ്റാറില്ലല്ലോ, നീ അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചേക്ക്, അവരെല്ലാവരും മോശമാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അവളൊരു ബുദ്ധയുടെ പെൻഡൻ്റ് ഇട്ട പയ്യൻ എന്ന് ഉദ്ദേശിച്ചത് മറ്റാരല്ല ഫാൻഷിയാവിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഷുലാങ്ങിന് ഫാൻഷിയാവയുടെ കാര്യത്തിലും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഒറ്റയടിക്ക് പണി കൊടുക്കാം, അത് ആരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാനുള്ള രീതിയിൽ തന്നെയാണ് അവൻ എല്ലാവരും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫാൻഷിയാവ് ഇപ്പോൾ ആ ഒരു ഡ്രിങ്ക്സിലൊന്നുമില്ല, ഇവൻ ചുമ്മാ പറയുന്നതാണ്, ഇവനങ്ങനെ സീരിയസ് ആയിട്ട് അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആര് പറഞ്ഞു ഞാൻ ശരിക്കും ചെയ്തിട്ടുണ്ട്, അന്ന് രാത്രി എനിക്കിട്ട് നിങ്ങൾ പണിതയല്ലേ, ആ ഒരു ഡ്രിങ്ക്സിൽ നിങ്ങൾ എന്തോ മിക്സ് ചെയ്തു, അത് എന്നെ തന്നെ കുടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തതല്ലേ, അതും ഒരു പെങ്കൊച്ചിനെ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ അഭിനയമായിരുന്നു, എന്ത് പറ്റി, ഞാൻ ആ ഡ്രിങ്ക്സ് കുടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഈ ഷിയുവിനെ നോക്കിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷിയു ആണെങ്കിൽ എങ്ങാനും സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരിക്കുമോ, ഫാൻഷിയാവോ പ്ലാൻ ചെയ്തതാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കുമോ എന്നിങ്ങനെ പേടിച്ചിട്ട് ഫാൻഷിയാവോ തായ് ലാംഗ്വേജിൽ ആരും ഒന്നും പറയരുതെന്നിങ്ങനെ പറയുന്നുണ്ട്. ഷുലാങ്ങിന് തായ് ലാംഗ്വേജ് മനസ്സിലാവത്തില്ല എന്നുള്ളൊരു റീസൺ കൊണ്ടാണ് ഇപ്പോൾ അവൻ തായിൽ അങ്ങനെ അവരുടെ അടുത്ത് പറയുന്നത്. ബാക്കി രണ്ടുപേർക്കും തായ് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ പറയുന്നത്, പിന്നെ അവരൊന്നും മിണ്ടുന്നില്ല. അതേസമയം ഷുലാങ് ഫാൻഷിയാവിനെ നോക്കുമ്പോഴത്തേക്കും ഫാൻഷിയാവോ സോറി പെട്ടെന്ന് പ്രശ്നം വഷളാവാതിരിക്കാനായിട്ട് സംസാരിക്കാൻ നിന്നപ്പോൾ അറിയാണ്ട് തായ് ലാംഗ്വേജിൽ സംസാരിച്ച് പോയതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ഷിലാങ് ആണെങ്കിൽ അത് വലിയ കാര്യമാക്കുന്നില്ല അവൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഷിയുവിൻ്റെ അടുത്ത് ശരിക്കും എന്താണ് സംഭവം, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. ഷിയുവിന് പക്ഷേ സത്യം പറഞ്ഞ ഒരു കള്ളത്തരം അപ്പോൾ പറയാനായിട്ട് കിട്ടുന്നില്ല. അവൻ എന്താ ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. അപ്പോൾ പണി പാളുന്നാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹുവ അതിൻ്റെ ഇടയിലോട്ട് കയറുന്നുണ്ട്. ഹുവ പറയുന്നുണ്ട് നിനക്കിട്ട് പണിയെന്ന ഞാനാണ്, എനിക്ക് ആദ്യം മുതലേ നിന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു, നീയാണെങ്കിൽ ഫാൻഷിയാവിനെ യൂസ് ചെയ്യുകയാണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നീയാണെങ്കിൽ എന്തോ ചെയ്തിട്ടാണ് ഫാൻഷിയാവ് മൊത്തം നിൻ്റെ പുറകെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. ശരിക്കും ഷിയു നിനക്കിട്ട് പണി തരണമെന്ന് എനിക്ക് ചെയ്തതല്ല, പക്ഷേ ഞാൻ നിനക്കിട്ട് പണി തരണമെന്ന് കരുതി തന്നെ ചെയ്ത് കൂട്ടിയതാണ്. എനിക്കിപ്പോഴും നിന്നെ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഷുലാങ്ങിന് ഒരുമാതിരി തോന്നുന്നുണ്ട് അതേ
ആദ്യമായിട്ട് അവന് ഫാൻസി ആവും, മതി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഷുലാങ്ങിൻ്റെ അടുത്ത് നമുക്ക് പോവാം, ഇവിടെ നിന്ന് ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഷുലാങ് ഫാൻസി അവനെ പിടിച്ച് നിർത്തിയിട്ട് നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത്, നിനക്കിതിൽ പങ്കില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷുലാങ് അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഫാൻസി ആവും, നീ എന്തൊക്കെയാണ് പറയുന്നത്, അന്ന് രാത്രി മൊത്തം നിന്നെ പ്രൊട്ടക്ട് ചെയ്തത് തന്നെ ഞാനല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ, നീ എന്തിനിപ്പോൾ എന്നെ സംശയിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഷുലാങ് നീ എപ്പോൾ ടെൻഷനായാലും നിൻ്റെ ചെവി ചെറുതായിട്ടൊക്കെ ഒന്ന് മൂവ് ആവും, അതാണെങ്കിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, നീനു മുന്നേ അത് ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നീ രാത്രി സ്വപ്നം കണ്ട് പേടിക്കുമ്പോഴും നിൻ്റെ മുമ്പത്തെ അമ്മ മരിച്ചുപോയ കാര്യം പറയുമ്പോഴൊക്കെ തന്നെ. ഇപ്പം അങ്ങനെയൊക്കെ ചെവി ഒന്ന് മൂവ് ആവാൻ മാത്രം നീ എന്തിനാണ് അത്രയും ടെൻഷനായെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ഷിയു വല്ല പ്രശ്നം ഉണ്ടാക്കിയല്ലോ എന്ന് കരുതിയിട്ടാണെങ്കിൽ ടെൻഷനായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷുലാങ് അവൻ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതിയിട്ട് നീ ഇത്രയ്ക്കൊന്നും ടെൻഷൻ ആവത്തില്ല, ഒരിക്കലും നീ ടെൻഷൻ ആവത്തില്ല, എനിക്കാണെങ്കിൽ നല്ല സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ഫാൻസി ആവും, അപ്പം നീ ഇപ്പോൾ എന്നെ സംശയിക്കുകയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ നിന്നെ സംശയിക്കാനായിട്ട് പ്രൂഫൊന്നുമില്ല, പക്ഷേ എനിക്കങ്ങനെ വിശ്വസിക്കാനും പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം നമുക്ക് ഒരുമിച്ച് മീറ്റ് ചെയ്യേണ്ട, എനിക്ക് താല്പര്യമില്ല കാണാനായിട്ടെന്ന് പറഞ്ഞിട്ട് ഷുലാങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇന്നിവിടെ എൻഡ് ആവുന്നത്. സോ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.